കണ്ട കേറി പോകുന്ന പോക്ക് കണ്ടോ? കൊല വെട്ടട്ടെ, കൊല വെട്ടട്ടെ. ഇറക്കിക്കോട്ടെ ചോദിക്കണേ. എടാ ഇത് വിളഞ്ഞത് മാത്രമേ വെട്ടു പറയാണേ. അത് മൂത്ത കൊല നോക്കി മൂപ്പര് തന്നെ വെട്ടിക്കൊള്ളു. അത് വെറുതെ തമാശക്കാണ്, തമാശക്കാണ്. എനിക്കൊന്നുമില്ല, ഒക്കെ മൂപ്പരുടെ തമാശയാണ്. ഇപ്പൊ ശരിയാവും. വെറുതെ നോക്കി പേടിപ്പിക്കണമെന്നേ ഒന്നുമില്ല പറയാ. ശാസ്ത്രത്തിനാ പറയണത്. ഇതിന്റെ ബാക്കിൽ പോയി പറയാണ് ഓടിക്കോ. ഓടിക്കല്ലേ. ഓ സാത്താനെ, ഓ ഈശോയെ. ഏട്ടാ അതിന് ആറ്റിലേക്ക് പറഞ്ഞു വെച്ച് നിങ്ങൾക്ക് വയ്യാതെ കേറിപ്പോയി കേറിപ്പോയിടാ. അടുത്തെത്തി കേറടാ. അയ്യോ ഇതിന് വലിയ മിഷനൊക്കെ സ്വാതന്ത്ര്യ സമരത്തിന് സമയം കണ്ടതാ. ഇങ്ങോട്ട് കേറി പോരിയടാ. വന്ദേ ഭാരതം. പറഞ്ഞത് നേരാടാ. തെങ്ങിന് തുമ്പില്ല. തുമ്പില്ലേ? എടാ ബാബുവിന് തുമ്പില്ല നിറക്കണം. നീ ഞാൻ എങ്ങോട്ട് ഇറങ്ങാൻ? ഒന്നും ചെയ്യണടാ പ്ലീസ് മക്കളെ. എടാ അപ്പു, നിന്റെ പ്ലക്കർ തേങ്ങ മാത്രമല്ലേ പിരിച്ചിട്ടുള്ളൂ. എടാ നിന്റെ ആ കുന്ത്രാണ്ടം വിളഞ്ഞത് മാത്രമേ പിരിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് മെഷീന് തെറ്റൂല. ചെലപ്പോ വിളഞ്ഞ് കാണും. ഈ ശാസ്ത്രജ്ഞന്മാരെ ഇനി ഇങ്ങനെ വിടാൻ പറ്റത്തില്ല അല്ലേ? പ്രസിഡന്റ്, ഈ കണാരേറ്റിന് പറ്റിയ പോലുള്ള അപകടങ്ങള് ഇത് ആദ്യ സംഭവമൊന്നുമല്ലോ. അതുകൊണ്ട് അവരുടെ പരീക്ഷണങ്ങൾ എന്ന് പറഞ്ഞ് നടത്തുന്ന തോന്നിവാസത്തിന് ദൈവത്തെ ഓർത്ത് പ്രസിഡന്റ് കൂട്ടുകയെന്നേക്കരുത്. അത് പിന്നെ അവന്മാര് പറയുന്ന ഐഡിയ കേട്ട പ്രധാനമന്ത്രി വരെ സമ്മതിച്ചു പോകുമല്ലോ. അതിനിപ്പോ ഞാൻ എന്തോ ചെയ്യാനാ? സഖാക്കളെ, അതുകൊണ്ടാണ് പ്രസിഡന്റിന്റെ പാർട്ടിക്ക് ദീർഘവീക്ഷണമില്ല എന്ന് ഞങ്ങളുടെ പാർട്ടി സെക്രട്ടറി പറഞ്ഞത്. എന്റെ അഭിപ്രായത്തിൽ ഇവർ സാമ്രാജ്യത്വ കഴുകന്മാരുടെ ദൂതന്മാരാണ്. മുതലാളിത്ത കഴിഞ്ഞാണ് ഞങ്ങള് വേറൊരു വേദി ഒരുക്കി തരാം. അതെ, ഈ വിഷയത്തിൽ ഞാൻ ഇപ്പൊ എന്തോ ചെയ്യണമെന്ന് പറ. അവരുടെ പരീക്ഷണം ഇനി ഈ നാട്ടുകാർക്ക് വേണ്ട. ഇനി എന്തെങ്കിലും ഐഡിയയും പറഞ്ഞു വന്നാൽ അവരുടെ മുട്ടുകാല് തല്ലി ഓടിക്കണം. അതാ വേണ്ടി. ശരിയാ, ആ ചോപ്രയുടെ കാല് മാത്രല്ല അവന്റെ കയ്യും കൂടെ തല്ലി ഓടിക്കണം. അതിന് ഈ ചോപ്രയുടെ ദേഹത്തോടാൻ ഈ പഞ്ചായത്തിൽ ആർക്കാ ധൈര്യം? അതാ എന്റെ ശരി. അവന്റെ ഒറ്റ ബലത്തിലാണ് അപൂർവന്റെ ഈ പരീക്ഷണങ്ങളൊക്കെ. ആദ്യം അവനെ ഒതുക്കാനുള്ള ഒരു വഴി കണ്ടുപിടിക്കണം. ആ കാര്യം ഞാൻ ഏറ്റു. അവന് വേണ്ടി എത്ര പണവും ചെലവഴിക്കാൻ ഞാൻ റെഡിയാ. അവനിപ്പോ എവിടെ കാണും? എവിടെ കാണാൻ? തെങ്ങിന്ന് വീണ കണാരേട്ടൻ എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ മഷി ഇട്ട് നോക്കിയപ്പോൾ നമ്മളെ കിട്ടില്ല കേട്ടാ. അതിനുള്ള സെറ്റപ്പ് ഒക്കെ എന്റെ ഉണ്ടാപ്പു. നമ്മള് മുങ്ങും. കുരിശാവൂടാ. കുരിശായി. മെമ്പർ കുറെ ആൾക്കാരുമായിട്ട് വരുന്നതാ. അയ്യോ, നിന്നോന്ന്
അതെ ശാസ്ത്ര അജ്ഞന്മാര് കേൾക്കാൻ വേണ്ടിട്ട് പറയുക. ഓ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു തീരുമാനമെടുത്തിരിക്കുക. ഇനി എന്താണാവോ? ഈ നാട്ടിൽ പരീക്ഷണം എന്നൊരു വാക്ക് മിണ്ടിപ്പോകരുത്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച നിന്റെയൊക്കെ മുട്ടുകാരി തല്ലി ഓടിക്കാനാണ് ഓർഡർ. ആരുടെ ഓർഡർ? വിടറാപ്പു. ഈ നാട്ടില് ഞങ്ങളുടെ മുട്ടുകാല് തല്ലി ഓടിക്കാൻ ആർക്കട ധൈര്യം? അത് വേണ്ട. വേണ്ട, നിന്റെ ഗുണ്ടായുസം മേടിച്ച ഈ നാട്ടുകാർ ഇത്രയും കാലം ഒന്നും ഉണ്ടായിരുന്നു. ഇനി നടക്കിയല്ലേ ഓപ്പറേ? ഏത് തന്തയ്ക്ക് പറഞ്ഞവനോടാ ഈ പഞ്ചായത്തിൽ എന്നെ തടയാൻ ധൈര്യമുള്ളവൻ? കത്തി താഴെടാ, കത്തി താഴെടാ. കടവിലാശാന നിന്റെ ആശാനാടാ പറയുന്നത് കത്തി താഴെടാൻ. പ്രസിഡന്റ് പറഞ്ഞ പോലെ കേട്ട് നടന്നോണം. ശിക്ഷനെ കൊന്ന ആശാൻ എന്ന പേര് ദോഷം എനിക്ക് ഉണ്ടാക്കിക്കരുത്. എന്നെ ഒരു പെരുന്തച്ചനാക്കരുത്. ഇന്നു മുതൽ എനിക്കിവിടെയാണ് ഡ്യൂട്ടി. കാറ്റിനോടും കടലിനോടും കടവിൽ ഭാസനോടും കളിക്കരുത്, കേട്ടോടാ? കളിക്കൂല. എന്റെ ആശാന. ഹായ്, ഞാൻ സിജു രാധാകൃഷ്ണൻ. എനിക്ക് നാട്ടിലെ യുവശാസ്ത്രജ്ഞൻ മിസ്റ്റർ അപൂർവനെ ഒന്ന് മീറ്റ് ചെയ്യണമായിരുന്നു. ആശാനെ, ആശാനെ വകവരുത്താൻ ആ ചോപ്ര ടൗണിൽ നിന്ന് ഇറക്കിയ ഗുണ്ടാ സെറ്റപ്പാ. നോ ഡൗട്ട്. കാറ്റിനോടും കടലിനോടും കടവിൽ ഭാസനോടും കളിക്കരുത്. ഇത് സ്ഥലം വേറെയാ. ഏയ്, ഞങ്ങൾ ഡ്രീം സോളാറിന്ന് വരിക. ഹരിത മാഡത്തിന് അപൂർവനെ അർജന്റായിട്ടൊന്ന് കാണണം. ഹരിത മേഡം? ഈ വെള്ളി നാട് കത്തിക്കും.